എല്ലാവർക്കും വിഷു ആശംസകൾ. എന്നോടൊരു സുഹൃത്ത് ചോദിച്ചു, വിഷു കൈനീട്ടത്തിന് ഇൻകം ടാക്സ് ബാധ്യത വരുമോ? നിങ്ങൾക്ക് ലഭിക്കുന്ന വിഷു കൈനീട്ടം ഒരു ബന്ധുവിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ എത്ര തന്നെ തുകയാണെങ്കിലും അതിന് ഇൻകം ടാക്സ് ബാധ്യത വരില്ല എന്നതാണ് നിയമം. അതേസമയം നിങ്ങളൊരു സുഹൃത്തോ അല്ലെങ്കിൽ ബന്ധുവല്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾക്ക് വിഷു കൈനീട്ടം അഥവാ ഗിഫ്റ്റ് ലഭിക്കുന്നതെങ്കിൽ 50,000 രൂപ വരെയുള്ള ഗിഫ്റ്റുകൾക്ക് ഇൻകം ടാക്സ് ബാധ്യത വരുന്നതായിരിക്കില്ല. അതേ മറിച്ച് 50,001 രൂപയോ അതിനു മുകളിലോ ആണ് നിങ്ങൾക്ക് മൊത്തം ഗിഫ്റ്റ് കിട്ടിയതെങ്കിൽ അതിന് ഇൻകം ടാക്സ് ബാധ്യത വരുന്നതാണ്. വിഷു കൈനീട്ടം കിട്ടുന്നത് ക്യാഷ് ആയിട്ടാണെങ്കിൽ അത് 2 ലക്ഷത്തിലും മേലെയാണെങ്കിൽ ഇൻകം ടാക്സിൻ്റെ വയലേഷൻ വരാൻ സാധ്യതയുണ്ട്. ഈക്വൽ എമൗണ്ട് തന്നെ ഇൻകം ടാക്സ് ലയബിലിറ്റി വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അത് 2 ലക്ഷത്തിന് മേലെ വരുന്ന വിഷു കൈനീട്ടം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിലൂടെ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കണം. പണമായി സ്വീകരിച്ച വിഷു കൈനീട്ടം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ വീണ്ടും അവിടെ ഒരു സോഴ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഗിഫ്റ്റ് ഡീഡ് നിങ്ങൾ തയ്യാറാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതിൽ ആരിൽ നിന്നാണ് ഗിഫ്റ്റ് കിട്ടിയത് അല്ലെങ്കിൽ എന്തിനാണ് ഗിഫ്റ്റ് കിട്ടിയത്, അത്തരം വിവരങ്ങൾ അടങ്ങിയ ഒരു ഗിഫ്റ്റ് ഡീഡ് തയ്യാറാക്കി വെക്കുന്നത് പിൻകാലത്തേക്ക് നല്ലതായിരിക്കും. ഒരിക്കൽ കൂടി വിഷു ആശംസകൾ.